ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ സോളാർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഉയർന്ന ഇലക്ട്രിസിറ്റി ബില്ല് വരാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരാവുന്നത്, അത് വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസത്തിലെ ഇലക്ട്രിസിറ്റി ബില്ല്, അതായത് മെയ് മാസം ആദ്യം നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഉയർന്ന് ഇരിക്കാനുള്ള സാധ്യതയാണ് സോളാറുകാർക്കുള്ളത്. സോളാർ ഓൺ ഗ്രിഡ് ഉപയോഗിക്കുന്നവർക്കും ഹൈബ്രിഡ് ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. സാധാരണയായിട്ട് KSEB അവരുടെ ബാങ്കിങ് യൂണിറ്റ്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള യൂണിറ്റിൽ അധികമായിട്ടുള്ള വൈദ്യുതി മാർച്ച് 31 സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ മാസവും നമ്മൾ കുറച്ച് വൈദ്യുതി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പല മാസങ്ങളിലായിട്ട് ചിലപ്പോൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ശേഷം നിങ്ങൾക്ക് മാർച്ച് 31 ആകുമ്പോൾ 250 യൂണിറ്റ് വൈദ്യുതി എക്സ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ബാങ്കിങ് ഡിപ്പോസിറ്റായിട്ട് കിടപ്പുണ്ടെങ്കിൽ അവർ അതൊരു പേയ്മെൻറ്റ് നൽകിയിട്ട് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 1 മുതൽ വീണ്ടും അവർക്ക് 1 എന്ന രീതിയിലാണ് വൈദ്യുതി തുടങ്ങുന്നത്. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ബാങ്കിങ് യൂണിറ്റ് 1 എന്ന രീതിയിലായിരിക്കും കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എനർജി ചാർജ് വരും. അത് എത്ര കണ്ട് ഉപയോഗിക്കുന്നോ അത്ര ഉയർന്ന താരിഫും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ടാക്സും സർചാർജും എല്ലാം കൂടെ വരുമ്പോൾ വലിയൊരു ചാർജ് തന്നെ ഏപ്രിൽ മാസത്തിൽ പലർക്കും ബില്ല് വരാൻ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ രീതിയിൽ ധാരാളം ആളുകൾക്ക് ബില്ല് വരുന്നുണ്ട്. ജാനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അവിടെ AC പോലെയുള്ള ഉപകരണങ്ങളുടെ വളരെ വലിയൊരു ഉപയോഗം അവിടെ നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ AC കൂടുതൽ കറണ്ട് വലിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം ഈ ഒരു വർഷം വളരെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഫാൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നു. ഈ രീതിയിലൊക്കെ നമുക്ക് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ സാധാരണ ഏപ്രിൽ മാസത്തിൽ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകും. എന്നാൽ ഈ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ പൊതുവെ മഴക്കാറും മഴയും ഒക്കെയാണ് കാണുന്നത്. ഞങ്ങളുടെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ വ്യാപകമായിട്ട് ഈ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഉണ്ടായതിൻ്റെ അത്രയും പ്രൊഡക്ഷൻ ഒരുപക്ഷെ ഈ ഒരു ഏപ്രിൽ മാസം ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി പല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇനി AC ഉപയോഗിക്കുക വഴി എങ്ങനെയാണ് കൂടുതൽ കറണ്ട് ബില്ല് വരുന്നതെന്ന് പറയാം. AC ഉപയോഗിക്കുമ്പം അന്തരീക്ഷത്തിന് വളരെ ചൂടായതുകൊണ്ട് തന്നെ AC ടൈമിംഗ് വളരെ കൂടുതലായിരിക്കും കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ പുറത്ത് ചൂടായതുകൊണ്ട് തന്നെ വാതിൽ തുറക്കുമ്പോൾ കൂടുതൽ ചൂടുകാറ്റ് കയറിയും AC കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായി വരികയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കറിന്റെ വ്യാപകമായ ഉപയോഗമാണ്. ഈ വർഷം നമുക്ക് ഗ്യാസിന്റെ ഒരു ഷോർട്ടേജ് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സാധാരണ വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രമാണ് പലരും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം വളരെ വ്യാപകമായിട്ട് മറ്റു പാചകത്തിനും കൂടി ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാവിധ സാധനങ്ങളും നമുക്ക് പാചകം ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞങ്ങളൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇന്നും അതിന് വളരെ പ്രസക്തിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നവർ എങ്ങനെയാണ് ഭംഗിയായിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആ വീഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഉയർന്ന ചൂടുള്ളത് കൊണ്ട് റെഫ്രിജറേറ്റർ പോലുള്ള സാധനങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. നമ്മൾ പലപ്പോഴും റെഫ്രിജറേറ്ററിൻ്റെ ഡോറ് തുറന്നു വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും അതിനകത്തേക്ക് തിരിച്ചു വെച്ച് ഡോർ അടയ്ക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ റെഫ്രിജറേറ്ററിൻ്റെ കംപ്രസറിൻ്റെ ഉപയോഗം വളരെ വർദ്ധിപ്പിക്കുകയും വളരെയധികം കറണ്ട് റെഫ്രിജറേറ്റർ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും കൂടാതെ തന്നെ ഫാൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ സ്പീഡിൽ കൂടുതൽ സമയം ഫാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം ആളുകളുടെ വ്യാപകമായ ഒരു ഉപയോഗമായിരിക്കും വൈദ്യുതിയെ സംബന്ധിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ സോളാർ വെച്ചിട്ട് കറണ്ട് ബില്ല് വരാത്തവർക്കും ഏപ്രിൽ മാസത്തേക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരുന്നത്. ഇനിയും എങ്ങനെയാണ് നമ്മൾക്ക് ഇതിൽ നിന്നൊരു കുറവ് നേടാൻ പറ്റുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിസ്യൂസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോളാർ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വൈദ്യുതി ചിലവായിക്കോട്ടെ, പൈസയൊന്നും അടയ്ക്കണ്ടല്ലോ എന്ന ചിന്താഗതി പൊതുവെ ആളുകളിൽ കൂടുതലാണ്. മറ്റേ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ലൈറ്റ് ഫാനൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ വീട്ടിലെ പ്രായമുള്ള ആളുകൾ വരെ വഴക്കൊക്കെ പറയാറുണ്ട്. എന്നാൽ സോളാറൊക്കെ വെച്ച് ഇലക്ട്രിസിറ്റി എനർജി ചാർജ് ഒന്നും വരാതാവുമ്പോൾ പലരും ഇതൊക്കെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ലൈറ്റ്, ഫാന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് AC വ്യാപകമായ ഉപയോഗമാണ്. ഈ AC വ്യാപകമായ ഉപയോഗത്തിലും നമ്മൾ ആവശ്യമില്ലാതെ AC ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ AC ടെമ്പറേച്ചർ നമ്മളൊരു 24 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ AC
കറണ്ടിൻ്റെ ഉപയോഗം വളരെ കണ്ട് നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. റെഫ്രിജറേറ്ററൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ റെഫ്രിജറേറ്റർ തുറന്നു വെക്കാതിരിക്കുക. ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരുമിച്ചെടുത്തതിന് ശേഷം ഒരുമിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക. തിരിച്ചതുപോലെ കഴിയുന്നതും സാധനങ്ങളൊക്കെ ഒരുമിച്ചെടുക്കുന്നതിനും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെ വളരെ കണ്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് പഠിച്ചാൽ തന്നെ വളരെയധികം ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെയാണ് വെള്ളം തിളപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അതായത് ഒരു നിശ്ചിത പാത്രത്തിൽ നിശ്ചിത അളവിലായിരിക്കും നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും കുടിക്കുന്നതിനായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങളിത് ശ്രദ്ധിക്കുക, എത്ര ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ എത്ര വാട്ടിൽ നിങ്ങൾ ഇത്ര സമയം വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം തിളയ്ക്കും എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാതെ യൂസ് ചെയ്തില്ല. ഇത്തരത്തിൽ പല രീതിയിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയൊക്കെ നമ്മളുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് പോയി കണ്ടുകൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് TOD മീറ്റർ ഉള്ളവർക്ക് സന്ധ്യയ്ക്ക് ഉയർന്ന കറണ്ട് ബില്ല് വരിക എന്നുള്ളൊരു പ്രശ്നമാണ്. 6 മുതൽ 10 വരെ അവർക്ക് വളരെ ഉയർന്ന കറണ്ട് ബില്ലായിരിക്കും വരിക. അപ്പോൾ ആ സമയത്ത് ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീന്, മോട്ടർ ഇങ്ങനെ തുടങ്ങിയവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തീർത്തും കുറയ്ക്കുക. അത് പകൽ സമയത്ത് കഴിവതും ഉപയോഗിക്കുക. സോളാർ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പകൽ സമയം ഒരു 11-നും 3-നും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ മാക്സിമം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയെ കൂടെ പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഹൈ ലോഡ് സന്ധ്യയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ KECBയുടെ ഗ്രിഡിന് പല ഇഷ്യൂസ് ഉണ്ടാവാം. അതുമാത്രമല്ല ട്രാൻസ്ഫോമർ കത്തിപ്പോകുന്ന പോലെയുള്ള പല ഇഷ്യൂസും നമുക്ക് ഒഴിവാക്കുവാനായിട്ടും സാധിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ മാത്രമല്ല മെയ് മാസത്തിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉയർന്ന കറണ്ട് ബില്ല് വരുവാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് മെയ് മാസം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഏപ്രിൽ മെയ് മാസത്തെ ഇലക്ട്രിസിറ്റിയെ ഉപയോഗിക്കുക. അതുവഴി നമ്മൾ നിയന്ത്രണങ്ങൾ പാലിക്കുക. ഒരു സാമൂഹികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുക. ഈ വീഡിയോ സോളാർ ഉപയോഗിക്കുന്ന ഓരോ ആളുകൾക്കും പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കും കൂടുതൽ സോളാറിനെ പറ്റി പഠിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.